ചാലക്കുടിയിലെ സിറ്റിംഗ് MLA നിലവിൽ ചാലക്കുടിയിൽ വീണ്ടും മത്സരിക്കുന്ന ശ്രീ സനീഷ് കുമാർ ജോസഫാണ് നമ്മോടൊപ്പം ഉള്ളത്. വീണ്ടും കഴിഞ്ഞ തവണ ഞെട്ടിച്ചു കളഞ്ഞു. തൃശ്ശൂർ ജില്ലയിൽ തന്നെ UDFന് ലഭിച്ച ഏക സീറ്റ് അത് ചാലക്കുടിയാണ്. നേരിയ ഭൂരിപക്ഷം. ഇത്തവണ എങ്ങനെയാണ് വിജയപ്രതീക്ഷ? നേരിയ ഭൂരിപക്ഷം എന്ന് പറയാൻ പറ്റില്ല. 3 തവണ ഇടതുപക്ഷം ജയിച്ച 26,000 വോട്ടിന് ലീഡ് ചെയ്തിരുന്ന ഒരു മണ്ഡലമാണ്. ആ മണ്ഡലം ഇടതുപക്ഷ തരംഗത്തിൽ നമുക്ക് തിരികെ പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ചാലക്കുടിയിലെ UDF പ്രവർത്തകരുടെ കഠിനാധ്വാനം കൊണ്ടാണ്. ഈ വർഷം ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ തരംഗം കേരളത്തിലുടനീളം ആഞ്ഞടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പാണെങ്കിലും പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പാണെങ്കിലും ഒക്കെ വലിയ ഭൂരിപക്ഷമാണ് ചാലക്കുടിയിലും ഈ ജില്ലയിലൊക്കെ നമുക്ക് നേടിയിട്ടുള്ളത്. ഈ വർഷം ശുഭപ്രതീക്ഷയാണ്. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി വിജയൻ്റെ ദുർഭരണം കേരളത്തിലെ ജനങ്ങളെ അത്രയധികം തീരാദുരിതത്തിലാക്കിയിരിക്കുന്നു. ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ, നഷ്ടപ്പെട്ട കേരളത്തിൻ്റെ പ്രതാപം വീണ്ടെടുക്കാൻ ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്ന് കേരള ജനങ്ങൾ ആഗ്രഹിക്കുന്നു എന്നാണ് ഞാൻ ഈ പര്യടന പരിപാടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോയപ്പോൾ നട്ടുച്ച വെയിലത്തു പോലും നൂറുകണക്കിന് വീട്ടമ്മമാരും സഹോദരങ്ങളും ഒക്കെയാണ് സ്വീകരിക്കാനായിട്ട് വന്നത്. അവർ നൽകിയ വലിയൊരു സ്നേഹം തൊഴിലാളികളുടെ, ഇപ്പോൾ ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികൾ, നമ്മുടെ ലോട്ടറി വിൽക്കുന്ന തൊഴിലാളികൾ, അവരൊക്കെ ഈ ഗവൺമെൻറ് കൊണ്ട് മടുത്തിരിക്കുകയാണ്. അപ്പോൾ ഒരു വലിയ മാറ്റം ആഗ്രഹിക്കുന്നു. ഒരു പുതിയ കേരളം കെട്ടിപ്പടുക്കാൻ ഐക്യജനാധിപത്യ ഗവൺമെൻറ് അധികാരത്തിൽ വരും. ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാലോ, ഇവിടെ വന്നപ്പോൾ ഉള്ള ഈ വെയിലത്താണ് ഇത്രയധികം ആളുകൾ ഇവിടെ കാത്തു നിന്ന് സ്വീകരിച്ചത്. കഴിഞ്ഞ 5 വർഷക്കാലം നിയമസഭയിൽ സനീഷ് കുമാർ ജോസഫ് MLA നല്ല പ്രകടനം തന്നെയായിരുന്നു. പല സമയത്ത് അച്ചടക്ക നടപടിക്ക് വരെ വിധേയനായിട്ടുണ്ട്. പക്ഷേ ചാലക്കുടിക്ക് വേണ്ടി എന്തൊക്കെ വികസന നേട്ടങ്ങൾ ചെയ്യാൻ കഴിഞ്ഞു എന്നുള്ളത്? ചാലക്കുടിക്ക് വേണ്ടി നിരവധി കാര്യങ്ങൾ 1687 കോടി രൂപയുടെ വികസന പ്രവർത്തനം നടത്താനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ചാലക്കുടിയിൽ ഒരു 10 വർഷക്കാലം മുടങ്ങിക്കിടന്നാണ് ചാലക്കുടി അടിപ്പാത. എത്രയോ ജനപ്രതിനിധികളുണ്ടായിരുന്നു, ഒരു ദുരിതബാധയായിട്ട് നിൽക്കാറും. 1.5 വർഷത്തിനുള്ളിൽ നമ്മളത് പൂർത്തീകരിച്ചു. അതിൻ്റെ യഥാർത്ഥ കാരണം കണ്ടെത്തി അതിന് ചികിത്സ നടത്തിയപ്പോൾ അത് നമുക്ക് പൂർത്തീകരിക്കാനായിട്ട് സാധിച്ചു. ഇപ്പം മലയോര ഹൈവേ 2013 കേരളത്തിൽ മലയോര ഹൈവേ എന്ന പദ്ധതി കൊണ്ടുവന്നത് മലയോര മേഖലയുടെ ഒരു വികസനത്തിന് വേണ്ടിയിട്ട്. പക്ഷേ ചാലക്കുടിയിൽ തൃശ്ശൂർ ജില്ലയിൽ 3 നിയോജനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. പക്ഷേ ഒന്നും ചെയ്യാനായിട്ട് ഈ കാലഘട്ടത്തിലും കഴിഞ്ഞില്ല. ഞാൻ അഭിമാനത്തോടു കൂടി പറയുന്നു, ഇപ്പോൾ റവന്യൂ വകുപ്പ് മന്ത്രിയുടെ മണ്ഡലത്തിൽ നിന്ന് ആരംഭിക്കുന്നത് കേരളത്തിലെ 2ാമനാണ്, ഏറ്റവും ശക്തനാണ്. ഭരണകക്ഷി MLA ആയിട്ടുള്ള പുതുക്കാട് കൂടെയാണ് കടന്നു വരുന്നത്. പക്ഷേ അഭിമാനത്തോടു കൂടി പറയുന്നു, ചാലക്കുടി നിയോജക മണ്ഡലത്തിൽ മാത്രമാണ് മലയോര ഹൈവേയുടെ നിർമ്മാണം ആരംഭിച്ച് ഇപ്പോൾ അത് പൂർത്തീകരിക്കാനായിട്ട് പോകുന്നത്. 125 കോടി രൂപയാണ് മലയോര ഹൈവേ ഈ മലയോര മേഖലയിലെ റോഡിൻ്റെ വികസനത്തിന് വേണ്ടി ഇപ്പോൾ നിങ്ങളൊന്ന് പോയി നോക്കണം. ചാലക്കുടിയിലെ ഇൻ്റർനാഷണൽ ഫുട്ബോൾ ഗ്രൗണ്ട് FIFA നിലവാരത്തിലാണ് പൂർത്തീകരിക്കുന്നത്. ഇപ്പോൾ ജലജീവ മിഷൻ കേരളത്തിലെ എല്ലാ നിയോജനങ്ങളും നടപ്പാക്കുന്നുണ്ട്. പക്ഷേ അഭിമാനത്തോടു കൂടി പറഞ്ഞാൽ ഈ ജില്ലയിലെ ഏറ്റവും കൂടുതൽ ജലജീവ മിഷൻ്റെ പദ്ധതി പ്രവർത്തനം പൂർത്തീകരിച്ച മണ്ഡലം അത് ചാലക്കുടിയാണ്. 6 പഞ്ചായത്തിൽ അതിൻ്റെ 99%, ഇപ്പോൾ 3 പഞ്ചായത്ത് പൂർത്തീകരിച്ചു. പരിയാരവും കോടശ്ശേരിയും അതിരപ്പള്ളിയും അത് 99.9% പൂർത്തീകരിച്ചു കഴിഞ്ഞു. അപ്പോൾ മറ്റ് ഭരണകക്ഷി MLA മാർ, ഇപ്പോൾ ഇരിഞ്ഞാലക്കുട മന്ത്രിയുള്ള മണ്ഡലമാണ്, അവിടെ എന്തായി പ്ലാന്റ് പോലും പണിയാൻ കഴിഞ്ഞിട്ടില്ല. ഭരണകക്ഷി MLA ആയിട്ടുള്ള പുതുക്കാട് അതിൻ്റെ പ്ലാന്റ് പണിയാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. പക്ഷേ ചാലക്കുടിയിൽ കൊരട്ടിയിൽ അതിൻ്റെ പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചു, അതിരപ്പള്ളി പൂർത്തീകരിച്ചു, ടാങ്കുകളുടെ നിർമ്മാണം പൂർത്തീകരിച്ചു, പൈപ്പ് ലൈൻ വിതരണം പൂർത്തീകരിച്ചു. അതൊക്കെ എല്ലാവരും ജനപ്രതിനിധികളും ഒരുമിച്ച് നിർത്തിക്കൊണ്ട് അവരെ ഏകോപിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോയതുകൊണ്ടാണ്. ഇപ്പോൾ ചാലക്കുടിയിൽ വൈദ്യുതി എത്താതിരുന്നൊരു സ്ഥലം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റും. മലക്കപ്പാറയിലെ വെട്ടുവെട്ടുകാട് ഉന്നതി സ്വാതന്ത്ര്യം 75 വർഷം കഴിഞ്ഞിട്ടും വൈദ്യുതി ഇല്ലാതിരുന്ന സ്ഥലമാണ്. അവിടേക്ക് നമുക്ക് വൈദ്യുതി എത്തിക്കാനായിട്ട് കഴിഞ്ഞു. ഏറ്റവും കൂടുതൽ BMBC നിലവാരത്തിൽ PWD റോഡുകൾ എത്തിയ നിയോജക മണ്ഡലം. ഇനി 500 മീറ്റർ കൂടി നിർമ്മാണം പൂർത്തീകരിച്ചാൽ BMBC നിലവാരത്തിൽ 100% ചാലക്കുടി മണ്ഡലം എത്തിച്ചേരുന്ന അവസ്ഥയാണ്. അപ്പോൾ വികസന രംഗത്ത് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് 75 ലക്ഷം രൂപയാണ് സന്മനസ്സുള്ള ആളുകളിൽ നിന്ന് സ്കോളർഷിപ്പ് കുട്ടികൾക്ക് വേണ്ടി കൊടുത്തത്. കോവിഡ് മഹാമാരിയുടെ കാലത്ത് തൃശ്ശൂർ ജില്ലയിൽ എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു താലൂക്ക് ആശുപത്രിയിൽ RT-PCR ടെസ്റ്റ് നടത്താനുള്ള സൗകര്യം ഉണ്ടായിരുന്നു, ഓക്സിജൻ പ്ലാന്റ് ഉണ്ടായിരുന്നു. അതൊക്കെ CSR ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടും നല്ല മനസ്സുള്ള ആളുകളിൽ നിന്നുമൊക്കെ സമാഹരിച്ചുകൊണ്ടും ഒരു ജനകീയ ഇടപെടലിലൂടെ നമുക്ക് കോവിഡ് പ്രതിരോധ പ്രവർത്തനം നടത്താൻ കഴിഞ്ഞ മണ്ഡലമാണ് ചാലക്കുടി. ഓക്കെ, ഈ സ്വന്തം പാർട്ടിയിലുണ്ടായിരുന്ന ഒരാൾ പെട്ടെന്ന് എതിർപക്ഷത്ത് പോയി എതിർ സ്ഥാനാർത്ഥിയായി മാറി. അത് അങ്ങക്ക് കിട്ടാവുന്ന വോട്ടിനെ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ
അങ്ങനെ ഒരു സാധ്യത കാണുന്നുണ്ടോ? ചാലക്കുടിയിലെ ജനങ്ങളെ പറ്റിക്കാൻ പറ്റില്ല. ഞാൻ ആ സ്ഥാനാർത്ഥിനെ കുറിച്ച് കമൻറ്റ് പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. തിരിച്ചറിവുള്ളവരാണ് ചാലക്കുടിക്കാരെന്നും ആ രീതിയിൽ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. നിലപാടുകൾ എന്താണെന്നും അവർക്ക് മനസ്സിലാക്കാനും ഇപ്പോൾ ഇന്നലെ വരെ പിണറായി വിജയനെയും ഇന്നലെ വരെ ഇടതുപക്ഷത്തെയും ഇന്നലെ വരെ CPM-ൻ്റെയും ഒക്കെ കുറ്റം പറഞ്ഞിരുന്ന ഒരാളെ ചുമന്ന് നടക്കേണ്ട ഒരു ഗതികേടിലേക്ക് CPM എത്തി എന്ന് പറയുമ്പോൾ അതാണ് അവരുടെ ഗതി എന്ന് എനിക്ക് പറയാനുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും അതിനെക്കുറിച്ച് മറ്റ് കമൻറ്റുകൾക്കൊന്നും ഞാനില്ല. അത് തിരിച്ചറിയാനും അതിനനുസരിച്ച് പ്രതികരിക്കാനും ചാലക്കുടി എല്ലാ കാലത്തും ജനങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. ആ കാര്യങ്ങൾ ജനങ്ങൾ നോക്കും. വീണ്ടും ഒരു വട്ടം കൂടി MLA ആകട്ടെ. എല്ലാ വിജയാശംസകളും.